ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു കുടങ്ങൽ ഇല കൊണ്ടുള്ളൊരു കുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സസ്യമാണ്. നമ്മുടെ പറമ്പിലൊക്കെയാണ് ഇത് അധികവും കാണപ്പെടുന്നത്. ഓർമ്മശക്തി വർദ്ധിക്കുവാനും മുടി നല്ലതുപോലെ തഴച്ച് വളരാനും പറ്റിയൊരു ഔഷധമാണ്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പീരീഡ്സ് ആകുന്ന കുട്ടികൾക്ക് ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്ന് കുറുക്ക് കാച്ചി കൊടുക്കേണ്ടതാണ്. അവർക്ക് വയറുവേദന വരാതിരിക്കുവാനും വയറ്റിലെ മറ്റുള്ള പ്രശ്നങ്ങൾക്കും പറ്റിയൊരു ഔഷധ സസ്യമാണിത്. കുറുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കുടങ്ങലില പറിച്ച് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത് ആ പാത്രത്തിൽ നമുക്ക് അരിച്ചൊഴിക്കാവുന്നതാണ്. അതിലേക്ക് 2 സ്പൂൺ അരിമാവും കൂടെ ഇട്ട് കൊടുക്കാം. മാവിൻ്റെ അളവ് കൂടാൻ പാടില്ല. മാവിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കുടങ്ങലയുടെ ടേസ്റ്റ് നഷ്ടമാകും. വറുത്ത മാവായാലും വറുക്കാത്ത മാവായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് കട്ടിയുള്ള 1 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഞാൻ കരിപ്പോട്ടി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മധുരത്തിനനുസരിച്ച് കരിപ്പോട്ടിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് കട്ട കെട്ടാതെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കത് കുറുക്കിയെടുക്കാവുന്നതാണ്. വെള്ളമൊക്കെ പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തണുക്കുമ്പോൾ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ഒരിക്കലെങ്കിലും നമ്മൾ കുട്ടികളായാലും വലിയവരായാലും ഒരിക്കലെങ്കിലും ഇത് കുടിച്ചിരിക്കേണ്ട ഒരു അത്രയും ഔഷധ ഗുണമുള്ളൊരു കുറുക്കാണ്. ഹെൽത്തിയും ടേസ്റ്റിയും ഒത്തിരി ഔഷധ ഗുണങ്ങളുമുള്ള ഒരു കുടങ്ങൽ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.